നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാറ്റകളുടെ യഥാർത്ഥ മുഖം വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വളരെ വൃത്തികെട്ടൊരു മുഖമായിട്ടാണ് ഇപ്പോൾ ഭാരതത്തിലെ ജനങ്ങളുടെ മുൻപിൽ വെളിവായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, പല കാര്യങ്ങൾ ഇന്ന് രാവിലെ മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. തത്വമയി ന്യൂസും അതിനെ സംബന്ധിച്ച് നിരവധി വിശകലനങ്ങളും പല വാർത്തകളുടെ ഭാഗമായും ആ വീഡിയോ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. മറ്റൊന്നുമല്ല, പാറ്റകളുടെ നേതാക്കളായിട്ടുള്ള സൗരവ് ദാസും അശുതോഷ് റാങ്കയും അഭിജിത് ദീപ്കയും എല്ലാം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പാർട്ടി നടത്തി ആഘോഷിക്കുന്നത്. 21 കുട്ടികൾ ആത്മഹത്യ ചെയ്തു നീറ്റിൻ്റെ പേരിൽ എന്ന് പറഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ച് കണ്ണീരണിഞ്ഞ് സാധാരണ കുട്ടികളെ പോലീസുകാരുമായിട്ടുള്ള സംഘർഷ ഭൂമിയിലേക്ക് തള്ളിവിട്ട് അതിൻ്റെ ഇടയിൽ ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധരും ജിഹാദികളും കടന്നു കയറി കുഴപ്പങ്ങളുണ്ടാക്കി ദില്ലിയിലെ തെരുവുകളാകെ സംഘർഷഭരിതമായി അക്രമം തകർത്താടിയതിൻ്റെ പിന്നാലെ ആണ് ഇവർ ഈ ആഘോഷങ്ങൾ നടത്തിയത്. ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് വീണ്ടും കാണിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഈ സൗരവ് ദാസ് എന്ന ഇപ്പോൾ പാറ്റകളുടെ വ്യക്താവായി മാധ്യമങ്ങളുടെ മുമ്പിൽ സ്ഥിരമായി പ്രത്യക്ഷപ്പെടുന്ന സൗരവ് ദാസ് ആ പാർട്ടിയിൽ മദ്യം ഒഴുകുന്നുണ്ടെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. മദ്യത്തിനും അപ്പുറം മറ്റെന്തെങ്കിലും ലഹരി ഇവരുപയോഗിക്കുന്നുണ്ടോ എന്ന് തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു വീഡിയോയും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അത് വന്ന് കണ്ടു നോക്കൂ. हेलो फ्रांस, मोदी जी आपने प्रधान का इस्तीफा लिया, उसको बर्खास्त किया, उसी की खुशी में आज हम लोगों ने केक काटा। बहुत बहुत धन्यवाद फ्रांस। ഇനി ഇത്തരത്തിലുള്ളൊരു പാർട്ടി നടത്താനുള്ള സ്വാതന്ത്ര്യം ജൻസിക്കില്ല, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇത്തരം ഒരു വികാരഭരിതമായിട്ട് രാജ്യത്തിൻ്റെ വികാരത്തെ ചൂഷണം ചെയ്ത് നടത്തിയൊരു സമരത്തിൻ്റെ തൊട്ടു പിന്നാലെ അതിൻ്റെ വിജയം ആഘോഷിക്കുവാൻ നടത്തുന്ന ഒരു പാർട്ടി ഇത്തരത്തിലാകുമ്പോഴാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. അവിടെ മാത്രം കൊണ്ട് കാര്യങ്ങൾ തീർന്നിരുന്നെങ്കിൽ ഈ വിഷയം ഞാനിന്ന് കയ്യിലെടുക്കുകയില്ലായിരുന്നു. ഓട്ടപ്രദക്ഷിണം ഇന്ന് ഈ വിഷയം പ്രേക്ഷകരുമായി സംസാരിക്കുകയില്ലായിരുന്നു. അതിനുമപ്പുറത്തേക്ക് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാറ്റകൾക്ക് ടൂൾ കിറ്റ് പുറത്തു വന്നിരുന്നു. ഈ സംഘർഷത്തിന് പോകുമ്പോൾ മുഖം മൂടണം, ടിയർ ഗ്യാസിനെ എങ്ങനെ നേരിടണം, എങ്ങനെ പോലീസിൽ നിന്ന് രക്ഷപ്പെടണം, സെൽഫോൺ എങ്ങനെ ഉപയോഗിക്കണം, എയർപ്ലെയിൻ മോഡിലാക്കി രക്ഷപ്പെടണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ വ്യക്തമായി അക്കമിട്ട് എഴുതി വെച്ച ടൂൾ കിറ്റ് പാറ്റകൾക്ക് കൃത്യമായി വിതരണം ചെയ്തിരുന്നു. സംഘർഷത്തിന് എത്തിയ ആളുകളുടെ ഇടയിൽ, അവിടെ ജന്തർ മന്ദറിൽ ഒത്തുകൂടിയ വിദ്യാർത്ഥികളുടെ ഇടയിൽ കൃത്യമായി ഈ ടൂൾ കിറ്റ് വിതരണം ചെയ്യപ്പെട്ടിരുന്നു എന്ന് നാം കണ്ടതാണ്. ആ ടൂൾ കിറ്റിൻ്റെ ചില താളുകളും ഞാൻ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാം. ഒന്ന് കണ്ടു നോക്കൂ. ഈ ടൂൾ കിറ്റ് ഇതിനു മുമ്പ് നാം കണ്ടത് ഗ്രെറ്റ തുൻബർഗ് കർഷക സമരത്തിൻ്റെ ഭാഗമായി പ്രചരിപ്പിച്ചൊരു ടൂൾ കിറ്റായിട്ടാണ്. ഗ്രെറ്റ തുൻബർഗിനെ പോലുള്ള തൽപര കക്ഷികൾ, ജോർജ് സൊറോസിനെ പോലുള്ള ഭാരതവിരുദ്ധരായിട്ടുള്ള ദുഷ്ടശക്തികളുടെ പിണിയാളുകളായി പ്രവർത്തിച്ച് പുറത്തിറക്കിയ ഒരു ടൂൾ കിറ്റ് കർഷക സമരത്തിൻ്റെ സമയത്ത് നാം കണ്ടതാണ്. അതേ ടൂൾ കിറ്റ് വീണ്ടും CA വിരുദ്ധ കലാപങ്ങളിൽ ഡൽഹിയിൽ നിരവധി ജീവനുകൾ, ഒരു ഇൻ്റലിജൻസ് ഓഫീസർ അങ്കിത് ശർമ്മയുടെ ജീവൻ വരെ എടുത്ത ജിഹാദികളുടെ അഴിഞ്ഞാട്ടത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. ഇപ്പോൾ പാറ്റകളുടെ സംഘർഷത്തിനും ഉപയോഗിക്കപ്പെടുന്നു. ശരി, അതും കൊണ്ടും വിശ്വാസമായില്ല നിങ്ങൾക്ക്. ഈ പാറ്റകളെ നിയന്ത്രിക്കുന്നത് ബാഹ്യശക്തികളാണ്, വൈദേശികരായിട്ടുള്ള ശക്തികളാണ് എന്നുള്ളത്. ഇന്ന് രാവിലെ ലണ്ടൻ സമയം ലണ്ടനിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ
ഈ പാറ്റാ സമരത്തിൻ്റെ വിജയം ആഘോഷിക്കുവാനായി ഒരു വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ വിളിച്ചു. അവിടെ ആരാണ് വിശിഷ്ടാതിഥിയായി വന്നെത്തിയത് അപ്രതീക്ഷിതമായി എന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? മറ്റാരുമല്ല, ഇതേ ഗ്രെറ്റ തൻബർഗ് തന്നെ. ഇത് തമ്മിൽ നിങ്ങൾക്കൊരു ബന്ധം കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, അദൃശ്യമായ എന്നാൽ വളരെ ബലപ്പെട്ട ഒരു ബന്ധം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, പാറ്റാ സമരം 20 തീയതി ജൂലൈ 20 നടന്ന പാർലമെൻറ്റ് മാർച്ചിനെ കുറിച്ച് US എംബസിക്ക് 17 തന്നെ അറിയാമായിരുന്നു എന്നുള്ള കാര്യം തത്വമയി ന്യൂസ് തന്നെ ഇതിനു മുൻപ് പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട്. ആ വിവരം US എംബസിക്ക് എങ്ങനെ അറിയാമായിരുന്നു? അവരുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അത്ര കൃത്യമായി 20 തീയതി മാത്രമല്ല ഡൽഹിയിൽ സംഘർഷമുണ്ടാകുമെന്ന് അവർ ഡൽഹിയിലേക്കുള്ള അമേരിക്കൻ സന്ദർശകർക്ക് മുന്നറിയിപ്പ് നൽകിയത്. 20ഉം 21ഉം 20 തീയതി മാത്രമായിരുന്നു അവരുടെ ഒരു മുന്നറിയിപ്പെങ്കിൽ ഈ പാർലമെൻറ്റ് മാർച്ചിനെക്കുറിച്ച് അവർ മുൻപേ തന്നെ ഏതെങ്കിലും അവരുടെ ഇൻ്റലിജൻസ് വിഭാഗം വിവരം ചോർത്തി അതിൻ്റെ പശ്ചാത്തലത്തിൽ നൽകപ്പെട്ടൊരു മുന്നറിയിപ്പാണെന്ന് നമുക്ക് കണക്കാക്കാമായിരുന്നു. 21 തീയതി കർഷകർ കിസാൻ ഘാട്ടിൽ എത്തുമെന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഡൽഹിയിൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ രാഹുൽ ഗാന്ധിയും കൂട്ടരും നടത്തിയ സമരാഭാസം ഉണ്ടായത്. അത് അപ്രതീക്ഷിതമല്ല എന്ന് തെളിയിക്കുന്നതാണ്. അറിയേണ്ടവരെല്ലാം നേരത്തെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. VD സതീശനെ പോലുള്ളവരല്ല. VD സതീശനൊക്കെ അവിടെ ചെന്ന് പെട്ടുപോയതാണെന്ന് അദ്ദേഹത്തിൻ്റെ മുഖഭാവം കാണുമ്പോൾ തന്നെ, ആ സമരത്തിനിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖഭാവം കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ശശി തരൂർ അവിടുന്ന് മുങ്ങിയത് കാണുമ്പോഴും നമുക്കറിയാം ഇത് അദ്ദേഹം നേരത്തെ അറിഞ്ഞിരുന്നു, VD സതീശൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ളത്. എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്? ഇത്തരത്തിലുള്ള വിവരങ്ങൾ അമേരിക്കൻ എംബസിക്ക് എങ്ങനെ കിട്ടി? ഇവിടം കൊണ്ടും തീരുന്നില്ല. ഇപ്പോൾ കൃത്യമായിട്ട് ഇവരുടെ ഈ മുഖം, കൃത്യമായിട്ടുള്ള ഈ വൃത്തികെട്ട മുഖം, ഇവരുടെ പിന്നിലുള്ള ശക്തികൾ, ഇതെല്ലാം പതിയെ വെളിവായി വരുമ്പോൾ അടുത്ത പ്രശ്നവുമായി പാറ്റകൾ വന്നിട്ടുണ്ട്. അക്രമങ്ങൾ നടത്തിയവർക്കെതിരെ രാജ്യത്താകമാനം നടപ്പാക്കപ്പെടുന്ന നിയമ നടപടികൾ നിർത്തിവെക്കണം, FIRകൾ റദ്ദ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും പ്രതിഷേധത്തിനായി ജന്തർ മന്ദറിൽ എത്തുമെന്നുള്ളൊരു ഭീഷണി ഇന്നവർ പരസ്യമായി മുഴക്കിയിട്ടുണ്ട്. അതുകൊണ്ടും തീർന്നില്ല. കപിൽ സിബലുമായി, കോൺഗ്രസിൻ്റെ കപിൽ സിബലുമായി ചേർന്ന് വരുന്നൊരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ അവർ പ്രഖ്യാപിച്ചത് ഈ രാജ്യത്ത് ആർക്കൊക്കെ എതിരെ FIRകൾ ചുമത്തപ്പെടുന്നുണ്ടോ, ഈ കുറ്റവാളികൾക്കെതിരെ ചുമത്തപ്പെടുന്ന FIRകൾക്കെല്ലാം അവർ നിയമസഹായം നൽകും. കപിൽ സിബലിനെ പോലുള്ളൊരു വ്യക്തി അങ്ങോട്ടേക്ക് പാറ്റകൾക്ക് 1 കോടി രൂപ സംഭാവനയായി നൽകി ആ പത്രസമ്മേളനത്തിൽ, മാധ്യമ സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തത് രാജ്യത്താകമാനമുള്ള നിയമവിദഗ്ധർ, ഇവരുടെ ആശയങ്ങളോട് താല്പര്യമുള്ള, ആഭിമുഖ്യമുള്ള നിയമവിദഗ്ധർ അതാത് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക്, ഗുണ്ടകൾക്ക്, ജിഹാദികൾക്ക് നിയമസഹായം ചെയ്യുവാനായി മുന്നോട്ട് വരണം. തന്നെയുമല്ല, ഇനി പാറ്റകളുടെ വെബ്സൈറ്റിൽ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ആപ്പിൽ കൂടി ചെയ്യാവുന്നത് പോലീസുകാർക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. നല്ല കാര്യം. പോലീസ് ഒരു പരിധി വിട്ട് അതിക്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, തെളിവുകൾ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ, നിങ്ങളതിൻ്റെ ഒരു ഇരയാണെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ളൊരു സംവിധാനം നിങ്ങൾ ഉപയോഗിക്കണം. പക്ഷേ ഇനി നടക്കുവാൻ പോകുന്ന കാര്യവും ഞാനിപ്പോഴേ ഒരു പ്രവചനം പോലെ പറഞ്ഞു തരാം. AI ഉപയോഗിച്ചിട്ടുള്ള പല വീഡിയോകളും ആ സാക്ഷി ആപ്പിലൂടെ വരും. കോടതിക്ക് മുൻപിൽ അതൊരിക്കലും എത്തുവാൻ പോകുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടും പാറ്റകൾ. എങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ? സുനിത വില്യംസ് പാറ്റകളുടെ സമരത്തിന് ആഭിമുഖ്യം പ്രഖ്യാപിച്ച് ജന്തർ മന്ദറിലെത്തി എന്ന് കാട്ടുന്ന തരത്തിൽ കേരളത്തിലെ ഒരു പരിപാടിയിൽ സുനിത വില്യംസ് പങ്കെടുത്തൊരു വീഡിയോ ഉപയോഗിച്ച് അവർ ചെയ്ത വ്യാജ പ്രചരണം. ഭാരതീയ സൈന്യം നരേന്ദ്രമോദിക്കെതിരായി രംഗത്തിറങ്ങുകയാണ്, മോദിയെ ചീത്ത വിളിച്ചുകൊണ്ട് സൈനികർ സംസാരിക്കുന്നു എന്ന തരത്തിൽ വീഡിയോ ഇറക്കിയുള്ള വ്യാജപ്രചരണം പോലെയുള്ള വ്യാജപ്രചരണം. അതിന് വേണ്ടിയിട്ട് പോലീസ് ബ്രൂട്ടാലിറ്റി എന്നുള്ള പേരിൽ വരും ദിവസങ്ങളിൽ വ്യാജ വീഡിയോകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, പോലീസുകാർ ഏതെങ്കിലും തരത്തിൽ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളോട് ക്രൂരത കാട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എതിരെയുള്ള തെളിവുകൾ പരസ്യമാക്കൂ, അവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരൂ. RIF ഉൾപ്പെടെയുള്ള നിയമ സംവിധാനങ്ങൾ, നിയമപാലക സംവിധാനങ്ങൾ അതിന് മുതിർന്നിട്ടുണ്ട്. അവർ തന്നെ അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണിപ്പോൾ. പക്ഷേ പാറ്റകൾ നിസ്സാരക്കാരല്ല. അവരുടെ വൃത്തികെട്ട മുഖങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. ഇനിയും തെളിവുകൾ തരാം. അഭിജിത് ദീപ്കെ ടൈഫോയിഡ് ആണെന്ന് പറഞ്ഞിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൻ്റെ പിറ്റേ ദിവസം കിടക്കയിൽ കിടന്ന അഭിജിത് ദീപ്കെ എടുത്ത വീഡിയോ ഹോസ്പിറ്റലിൽ നിന്നാണെന്നാണ്. അഭിജിത് ദീപ്കെ തന്നെ പറയുന്നുണ്ട് സ്വന്തം ബെഡ്റൂമിൽ നിന്നാണെന്ന്.
അതിനും അപ്പുറത്തേക്ക് സോനം വാങ്ചുക് നിരാഹാരം കിടന്നിരുന്ന സമയത്ത് തനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, അത് കഴിഞ്ഞ് ടൈഫോയിഡാണ്, അതുകൊണ്ട് നിരാഹാരം കിടക്കുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ദിവസം നിരാഹാരം കിടന്ന താൻ പെട്ടെന്ന് നിരാഹാരം അവസാനിപ്പിച്ചത് തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് എന്ന് പറഞ്ഞ അഭിജിത് ദീപ്ക്ക് പിറ്റേ ദിവസത്തെ പാർട്ടിയിൽ, അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച അന്ന് വൈകുന്നേരത്തെ പാർട്ടിയിൽ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്നു. ഇനി അതൊന്നുമില്ലെങ്കിൽ തന്നെ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാൾ നേരെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആഗ്രഹം പോലെ ഹോസ്പിറ്റൽ കിടക്കയിലേക്കാണ്, ആശുപത്രി കിടക്കയിലേക്കാണ് പോകേണ്ടിയിരുന്നത്. സ്വന്തം വീട്ടിലെ കിടക്കയിലേക്കാണ് അഭിജിത് ദീപ്കെ പോയത്. ഇനി അതിനും അപ്പുറത്തേക്ക് ഈ സമരത്തെ പിന്തുണച്ച ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രധാന മുഖങ്ങളിലൊന്നായ നേഹ ബോറ എന്ന വ്യക്തി, രാഹുൽ ഗാന്ധിയോടൊപ്പം പോലും പല മാധ്യമ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി, 23 ദിവസം താൻ നിരാഹാരം കിടന്നു എന്നുള്ള ഒരു അവകാശവാദം ഉന്നയിച്ച് പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ 2 പേർ താങ്ങിപ്പിടിച്ച് അവശയായി നടന്നിരുന്ന നേഹ ബോറ രാത്രിയാകുമ്പോൾ, വെളിച്ചം അണഞ്ഞു കഴിയുമ്പോൾ ക്യാമ്പ് ഫയറിന് ചുറ്റും ചയ്യയ്ക്ക് നൃത്തം ചെയ്യുന്ന വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ കപടതകൾ നിറഞ്ഞ ഒരു സംഘടന, അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിരുന്നു പാറ്റകളെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടന മാത്രമായിരുന്നു പാറ്റകളെങ്കിൽ ഈ വിഷയം നാം ഗൗരവമായി കണക്കാക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. പക്ഷേ ഗ്രെറ്റ തുൻബെർഗ് ഇതിലേക്ക് വന്നതോടുകൂടി ഒരു കാര്യം വെളിവാകുകയാണ്. ജോർജ് സൊറോസ് ഒരു വശത്ത്, ജിഹാദികളുടെ പിന്തുണ മറ്റൊരു വശത്ത്. കാരണം ഇവരിൽ ആരുടെയും പിണിയാളായി എപ്പോൾ വേണമെങ്കിലും പ്രവർത്തിക്കുവാൻ യാതൊരു മടിയുമില്ലാത്തൊരു വ്യക്തിയാണ് ഗ്രെറ്റ തുൻബെർഗ്. യാതൊരു ആശയമോ ആത്മാഭിമാനമോ ഇല്ലാതെ സ്വന്തം വയറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള കള്ളങ്ങളും ഒരു മടിയുമില്ലാതെ പറയുവാൻ എപ്പോഴും തയ്യാറായിരിക്കുന്ന, തനിക്കതിൻ്റെ ഗുണം കിട്ടിയാൽ മതി, സാമ്പത്തികമായ മെച്ചമുണ്ടായാൽ മാത്രം മതി എന്നുള്ള തീരുമാനത്തിൽ മാതാപിതാക്കളുടെ വ്യക്തമായ പരിശീലനത്തോടു കൂടി തന്നെ കളത്തിലിറക്കപ്പെട്ട ഒരു ആയുധമായ ഗ്രെറ്റ തുൻബെർഗ് ഇപ്പോൾ പാറ്റകൾക്ക് വേണ്ടി ലണ്ടനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, വരാൻ പോകുന്നത് വലിയ സംഘർഷങ്ങളുടെ ദിവസങ്ങളാണ്. പാറ്റകൾ കപിൽ സിബലിനെ പോലുള്ള ഒരു സ്ഥിരമായിട്ടുള്ള നിയമ ആന്തോളൻ ജീവിയെ മുൻനിർത്തി, എന്നാൽ കപിൽ സിബലിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ അതൊരൽപ്പം ആശ്വാസകരമാണ്. ഏതൊക്കെ കേസ് കയ്യിലെടുത്തിട്ടുണ്ടോ അതെല്ലാം സുപ്രീം കോടതിയിൽ പോയി മനോഹരമായി 18 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ കപിൽ സിബലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ കാശ്, സമ്പത്ത് കയ്യിലുള്ളൊരു, സാമ്പത്തിക സ്രോതസ്സുകൾ ഇഷ്ടം പോലെ ആവശ്യത്തിന് കയ്യിലുള്ളൊരു വ്യക്തിയാണ്. ഒപ്പം വളരെയധികം സ്വാധീനശേഷിയുമുള്ളൊരു വ്യക്തിയാണ്. സമൂഹത്തിൽ ഇദ്ദേഹം പറഞ്ഞാൽ അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന നിയമപാലകരും അഭിഭാഷകരും നിരവധിയുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ദിവസങ്ങൾ സംഘർഷഭരിതമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏറ്റവും ചുരുങ്ങിയത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെങ്കിലും ദേശവിരുദ്ധമായിട്ടുള്ള ആഖ്യാനങ്ങൾ തുടരെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. UN പോലുള്ള സംഘടനകൾ പോലും ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തും. UN അഭിപ്രായ പ്രകടനം നടത്തിയില്ലെങ്കിലും ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ പോലുള്ള ജിഹാദി സംഘടനകൾ കൃത്യമായിട്ട് ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങളെയും വിദ്യാർത്ഥികളെയും അടിച്ചമർത്തുന്ന മോദി സർക്കാർ ഡിക്റ്റേറ്റർഷിപ്പാണ് നടപ്പാക്കുന്നത്, ഏകാധിപത്യമാണ് നടപ്പാക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തിറക്കും. വാഷിങ്ടൺ പോസ്റ്റും ഡോണും ന്യൂയോർക്ക് ടൈംസും എല്ലാം ആ വാർത്തകൾ ഏറ്റുപിടിക്കും. അൽ ജസീറ അത് ആഘോഷമാക്കും. അൽ ജസീറയേക്കാൾ ജിഹാദികളോട് അടുത്ത് നിൽക്കുമെന്നതാണോ എന്ന് തോന്നിപ്പോകുന്ന ഏഷ്യാനെറ്റ് ന്യൂസും അത് ആഘോഷിക്കും. സിന്ധു സൂര്യകുമാരന്മാർ ക്രൈം സ്റ്റോറിയിൽ പല്ല് കടിച്ചും മുഷ്ടി ചുരുട്ടിയും ആക്രോശിക്കും. ഉണ്ണി ബാലകൃഷ്ണൻ സർജിക്കൽ സ്ട്രൈക്കിൽ മോദി മോശമാണ് കേട്ടോ എന്ന് പറഞ്ഞ് നിലവിളിച്ചു തുടങ്ങും. അങ്ങനെയുള്ള ദിവസങ്ങൾ കണ്ട് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ കൂടുന്ന ഒരു ദേശീയവാദിയാണ് നിങ്ങളെങ്കിൽ അതിനൊരുങ്ങിയിരുന്നുള്ളൂ. അങ്ങനെയുള്ള ദിവസങ്ങളാണ് വരുവാൻ പോകുന്നത്. തൽക്കാലത്തേക്ക് ഓട്ടപ്രദർശനത്തിൽ ഇത്രമാത്രം. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളുമായി പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. ഒപ്പം തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.